ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. അപ്പോൾ നമ്മൾ കുറച്ച് ബ്രേക്കിൻ്റെ ശേഷം വീണ്ടും നമ്മൾ വയനാട്ടിൽ ഇപ്പോൾ നമ്മളൊരു റിസോർട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ഏതാ പേരെന്താ? വിസ്താര ബൈ ദ ലേക്ക് റിസോർട്ട്. നമ്മളിതാ എത്തി, നമ്മൾ കാറ് പാർക്ക് ചെയ്ത് ഇതാ നേരെ ഇനിയിപ്പോൾ അകത്തേക്ക് കയറാണ്. വിസ്താര ബൈ ദ ലേക്ക് റിസോർട്ട് വയനാട് കാരാപ്പുഴ റിസർവോയറിൻ്റെ ഒക്കെ അടുത്തായിട്ടുള്ള ഒരു റിസോർട്ടാണ്. കാലിക്കറ്റിൽ നിന്നും ഒരു 95 കിലോമീറ്റർ 3.5 മണിക്കൂർ ഡ്രൈവ്. നമ്മളിപ്പോൾ ഉള്ളത് സ്റ്റാർ റിസോർട്ടിൻ്റെ റിസപ്ഷനിലാണ്. ഇവിടുത്തെ റിസപ്ഷനും അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഉള്ളത്. റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ. നമ്മൾ ചെക്കിങ്ങിന് വേണ്ടി ഇപ്പോൾ വെയിറ്റ് ചെയ്യാണ്. റിസപ്ഷൻ തന്നെ കാണാൻ പറ്റും കേട്ടോ. നല്ല കാരാപ്പുഴ റിസർവറിൻ്റെ ഒക്കെ നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടുന്ന്. ഈ മെയിൻ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ തന്നെ കാർ പാർക്കിങ്. നേരെ കാറ് പാർക്ക് ചെയ്യുക, നേരെ റിസപ്ഷനിൽ അങ്ങോട്ടേക്ക് പോവാം. പക്ഷേ റൂംസൊക്കെ ഏകദേശം അടുത്തടുത്ത് തന്നെയാണ് അതിൻ്റെ. നമ്മൾ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലേക്ക് പോകാണ്ടോ. അവിടെയാണ് നമ്മളെ റൂം. നമ്മളെ സ്കൈ വില്ല ലേക്ക് വ്യൂ ആണ്. ഇതാണ് നമ്മുടെ ലൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചതാ റൂം കാണാന്. ഇതാണ് നമ്മളെ റൂം കാറ്റഗറി. നമ്മളത് സ്കൈ വില്ല ലേക്ക് വ്യൂ കാറ്റഗറിയാണ്. അത്യാവശ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. AC, പിന്നെ കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്, പിന്നെ കെറ്റില്, വെള്ളം, ഒരു മിനി ബാർ അല്ലേ, എന്തേണ്ടാ അച്ചാറ്. പിന്നെ നമ്മളെ ഈ റൂം കാറ്റഗറീൻ്റെ ബാത്റൂം സിമ്പിളായിട്ടുള്ള ഒരു ബാത്റൂം തന്നെ. ബാർട്ടപ്പും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അത്യാവശ്യത്തിനുള്ള കാര്യങ്ങൾ മാത്രം. പിന്നെ സോപ്പ്, ഷവർ ജെല്ലി, ഷാമ്പു, പിന്നെ ഡെൻ്റൽ കിറ്റ്, കോമ്പ്, പിന്നെ നമ്മൾ ഈ റൂം കാറ്റഗറീൻ്റെ മെയിനായിട്ടുള്ള ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു ബാൽക്കണി. രണ്ടാളെ കയ്യിൽ കണ്ട ലേസ് പിടിച്ചിരിക്കുകയാണ്. പക്ഷെ നല്ല അടിപൊളി വ്യൂ ആട്ടോ ഇവിടുന്ന്. നല്ല അടിപൊളി വ്യൂ ഒക്കെ കണ്ടിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുക. നല്ല കാറ്റും. 2 ചെയർ, ഒരു ടീപ്പോയി. ഇങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇവിടെ ഇരിക്കുക. നല്ല കാറ്റും കൊണ്ടിട്ട് അല്ലേ. ഇത് കാരാപ്പുഴ റിസർവോയറാണ്. നല്ല കാറ്റ് ഇവിടെ, നല്ല കാറ്റ്. വെയിലും ഇല്ല, അതുപോലെ മഴയില്ല. പക്ഷെ നല്ല അടിപൊളി ക്ലൈമറ്റ്. ഈ റിസോർട്ടിൻ്റെ മെയിനായിട്ടുള്ളൊരു വ്യൂ പോയിൻറ്റിൻ്റെ അവിടെ അപ്പോൾ ഉള്ളത്. അവിടെ ഉണ്ടോ ഫ്രണ്ടിൽ നല്ല വ്യൂ ഒക്കെ ഉള്ള ഒരു ഏരിയ ആണ് ഈ റിസോർട്ടിൻ്റെ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മെയിൻ ബിൽഡിങ്. മുകളിൽ റൂം കാണാം, താഴെ റിസപ്ഷന്, റെസ്റ്റോറൻറ്റ്, അതുപോലെ മെയിൻ ബിൽഡിങ്. നമ്മളെ റൂം കാറ്റഗറി എന്ന് പറയുന്നത് അവിടെയാണ്. സ്കൈ വില്ല ലേക്ക് വ്യൂ. താഴെ സ്വിമ്മിങ് പൂള്, ഇൻഫിനിറ്റി പൂള്. നല്ല അടിപൊളി വ്യൂ ഒക്കെ കണ്ടിട്ട് നമ്മൾക്കിങ്ങനെ എൻജോയ് ചെയ്ത് സ്വിം ചെയ്യാൻ പറ്റും. ഹലോ, ഇവിടുത്തെ കിഡ്സ് പ്ലേ ഏരിയ ആണ്, ഔട്ട്ഡോർ കിഡ്സ് പ്ലേ ഏരിയ. ഹലോ അമ്മ, വീട് വേണ്ട. സ്ലൈഡിങ്. ഇതാ അത്യാവശ്യത്തിനുള്ള കുറച്ച് കാര്യങ്ങൾ കുട്ടികൾക്കുള്ള ഔട്ട്ഡോർ കുറച്ച് പ്ലേ ഏരിയ ഇവിടെ കാണാം. ഒരു മെഡോസൊക്കെ കാണാം, മൗണ്ടൈൻസ്, ലേക്ക്. നല്ല അടിപൊളി കാലാവസ്ഥ. ഓ, നല്ല തണുത്ത കാറ്റാ. അതാ വീണല്ലേ ഇഷ്ടല്ലേ. ഒരാളിവിടെ ബാസ്കറ്റ് ബോൾ കളിക്കുന്നത്, ഒരാളിവിടെ ക്രിക്കറ്റ് കളിക്കുന്നത്. അമ്മല്ലേ, കമോൺ അടിക്കി.
നന്നായി. ചെറുതായിട്ട് മഴയൊക്കെ തുടങ്ങി. അപ്പം മഴത്ത് നമ്മൾ ഏതോ 5:30 മണിയായി. ഏതായാലും ഇവിടുത്തെ പൂളിൻ്റെ അങ്ങോട്ടേക്ക് പോവാണ് നമുക്ക്. അപ്പം പൂളാവുമ്പോൾ നമുക്ക് മഴ പെയ്താലും പ്രശ്നമില്ല. കണ്ടോ നല്ല അടിപൊളി വ്യൂ. ആരുമില്ല പൂളിൻ്റെ അവിടെ. അപ്പം നമുക്ക് മഴത്ത് ഇവിടെ ചെയ്യാൻ പറ്റിയ മഴ അധികമില്ല, ലേറ്റായിട്ടല്ലേ. സ്വിമ്മിംഗ് പൂളിലാവുമ്പോൾ പിന്നെ മഴ ചെയ്താലും പ്രശ്നമില്ലല്ലോ. ഏതായാലും നമ്മൾ ഇവിടെ വൈകുന്നേരം ഇറങ്ങണം എന്ന് വിചാരിച്ചതാണ് ഈ പൂളിൽ. അപ്പോൾ ഇവിടുത്തെ മെയിനായിട്ടുള്ള ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഈ ഒരു പൂൾ തന്നെയാണല്ലോ. അത് മെയിനായിട്ട് ഈ പൂൾ തന്നെ അവിടുത്തെ ഹൈലൈറ്റ്. പിന്നെ സൈക്ലിംഗ് ഉണ്ട്. സൈക്ലിംഗ് ഫ്രണ്ടിലാണ്. നമ്മൾ മഴ അതിനെ കൊണ്ട് സൈക്ലിംഗ് ചെയ്തില്ല. ഗൈസ്, നമ്മളെ സ്വിമ്മിങ് ഒക്കെ കഴിഞ്ഞ് നമ്മളെ റൂമിൽ പോയി ഒന്ന് ഫ്രഷായി. ഇവിടെ നമ്മളിപ്പോൾ നേരെ ഇവിടെ ഇൻഡോർ ഗെയിംസ് ഉണ്ട്. ഇൻഡോർ ഗെയിംസിൻ്റെ ഏരിയൻ്റെ അങ്ങോട്ടൊക്കെ. അപ്പോൾ ഇതിനെ കണ്ടപ്പോൾ സമയം 7:30 മണിയായി. 7:30 മണിയാകുമ്പോഴത്തേക്കും ഈ ഒരു റിസോർട്ടിന് ഒരു രാത്രി കുറച്ചൊരു ഭംഗി വന്നതായി തോന്നുന്നു. അപ്പോൾ ഇൻഡോർ ഗെയിംസ് ഉള്ളതും ഇതാ ഔട്ട്ഡോർ ഗെയിംസിൻ്റെ നേരെ അടിയിൽ തന്നെ. ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത്? ചില ടേബിൾ ടെന്നീസ്, ചെസ്സ്, ക്യാരംസ്, പിന്നെ ട്രെഡ്മില്ല്, അത്ര തന്നെ. ചില നമുക്ക് ക്യാരംസ് കളിച്ചാലോ? ക്യാരംസ് കളിക്കാം. അമ്മ ഇതാ ഇവിടെ ട്രെഡ്മില്ല് വയ്ക്കും. കുറച്ച് സ്പീഡ് കിട്ടുമല്ലേ? ആ ഇതാ ഇവിടെ ഇതാ. ഞാനിതാ ശക്തി നോക്കുന്നത്. അഥവാ കുറച്ച് ഡംബിൾസ്, പിന്നെ പുഷപ്പ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങൾ. ബാബു ഇഷലും ഇവിടെ ക്യാരം ബോർഡ് കളിക്കാണ്. സൈഡിൽ കൂടെ ഇവിടെ അറിയോ? അപ്പോൾ ഗൈസ്, നമ്മളെ ഡിന്നർ ടൈമായി. ഡിന്നർ വിത്ത് മ്യൂസിക് അവിടെ കാണാം. മ്യൂസിക് ഗിറ്റാറൊക്കെ വെച്ചിട്ട് ഒരാൾ പ്ലേ ചെയ്യുന്ന കാണാം. നമ്മളെ ഡിന്നർ ഇതാണ്. കേരള പൊറാത്ത ഉണ്ട്, ദാൽ ഫ്രൈ ഉണ്ട്, പിന്നെ ബട്ടർ ചിക്കൻ ഉണ്ട്, ചിക്കൻ 65 ഉണ്ട്. അങ്ങനെ ഒരു 5-6 ഐറ്റംസ് ഡിന്നർ. ബ്രേക്ക്ഫാസ്റ്റ് ആണ് കോംപ്ലിമെൻ്ററി ഉള്ളത്. ഡിന്നർ പിന്നെ നമുക്ക് ഓപ്ഷണലാണ്. നമുക്ക് വേണമെങ്കിൽ നമ്മളെ പാക്കേജിൽ ഉൾപ്പെടുത്താം, അത് എല്ലാതാക്കാം. അപ്പോൾ നമ്മൾ ഏതായാലും ആ പാക്കേജിൽ നമ്മൾ ഡിന്നറും കൂടി ഉൾപ്പെടുത്തിയതാണ്. ഒരുപാട് ഐറ്റം എന്നല്ല, ഒരു 5-6 തരമുള്ള ഒരു ഡിന്നർ. നമ്മളെ മ്യൂസിക് ഡിന്നറൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ലൈറ്റായിട്ട് മഴ തുടങ്ങി. ഇനി നേരെ റൂമിലേക്കാണ്. നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ ഗുഡ് നൈറ്റ്. ഇനിയിപ്പോൾ നാളെ കാണാം ബാക്കി. ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഡേ. നല്ല അടിപൊളി ക്ലൈമറ്റ്, നല്ല വെതർ, മഴയില്ല. നേരെ ഇപ്പോൾ 9 മണിയായി. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്നതിന് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് അങ്ങോട്ട് തീർക്കാമെന്ന് വിചാരിച്ച്.
ഡ്രിങ്ക്സ്, കട്ട് ഫ്രൂട്ട്സ്, പിന്നെ കേക്ക്, ചോക്കോസ്, ദോശ, സാമ്പാർ, ചട്നി, പൂരി, ബജി, ബ്രെഡ്, ബോയിൽഡ് എഗ്, ചിക്കൻ കറി. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇതാ സ്റ്റാർട്ട് ചെയ്ത് കട്ട് ഫ്രൂട്ട്സ്, എഗ്ഗ്, പിന്നെ ബനാന, തട്ട് ദോശ, പിന്നെ ദോശ, പൂരി, ബജി, പിന്നെ ചിക്കൻ കറി. ഇത്രയും ഐറ്റംസാണ് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത്. ഇങ്ങനെ ഫ്രണ്ടിലെ വ്യൂ ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കുകയാണ്. എന്നാൽ മഴ പെയ്തല്ലോ, നല്ല മഴ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇപ്പം നേരെ ഇവിടെ സൈക്ലിംഗ് ഉണ്ട്, ഇവിടെ ഫ്രണ്ടിൽ തന്നെ. അതായത് പാർക്കിങ്ങിൻ്റെ ഏരിയയിലാണ് സൈക്ലിങ് കേട്ടോ. ആക്ച്വലി എമ്മലും ഇപ്പോൾ സൈക്കിൾ ഓട്ടാണ്. പുറത്തേക്ക് പോകാൻ പറ്റില്ല, പുറത്ത് ഭയങ്കര ചെളിയാണ്, അതാണ്. ഏയ് പുറത്ത് പോയിരുന്നു അല്ലേ, പക്ഷെ ഭയങ്കര ചെളിയായി പോയി. അവർ പറഞ്ഞ് പുറത്തേക്ക് കുറച്ചങ്ങോട്ടൊക്കെ പോവാം, പക്ഷെ ചെളി അതിനെ കൊണ്ട് ഓടിക്കാൻ പറ്റില്ല. മീൻകാരൻ സൈക്കിളൊക്കെ എടുത്തോട്ടുന്നുണ്ട്. നമ്മൾ സൈക്ലിംഗ് ഒക്കെ കഴിഞ്ഞ് അങ്ങനെ ഇപ്പം നല്ല മഴ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ലേക്കിൻ്റെ ഒക്കെ അവിടെ പോകണമെന്നുണ്ടായിരുന്നു. അവർ പറഞ്ഞ് ഇപ്പം മഴേനെ കൊണ്ട് നല്ല ചെളിയായിരിക്കും, അതുമാത്രമല്ല ചിലപ്പോൾ പാമ്പുണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഏതായാലും അങ്ങോട്ട് പോക്ക് നടക്കൂല. പന്ത്രണ്ടര മണിയായി, നമ്മൾ റൂമിൽ പോയി ചെക്കൗട്ട് ചെയ്ത്. എപ്പോഴും മഴ തന്നെയാണ് ഇവിടെ, നല്ല ക്ലൈമറ്റാണ് കേട്ടോ, ഒന്നും പറയാനില്ല. അപ്പോൾ നമ്മൾ ഏതായാലും ഇവിടുന്ന് ഇറങ്ങാണ്. അതിൻ്റെ മുമ്പ് നമ്മളെ റൂം എന്ന് പറഞ്ഞാൽ നമ്മളിതാ ബാക്കിൽ കാണുന്ന സ്കൈ വില്ല ലേക്ക് വ്യൂ എന്ന് പറയുന്ന കാറ്റഗറിയാണ്. ഇവിടെ 5-6 തരം കാറ്റഗറി റൂംസ് ഉണ്ട്. ഇവിടുത്തെ റൂം കാറ്റഗറി സ്റ്റാർട്ട് ചെയ്യുന്നത് 7,500 ആണ്, ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നമ്മളത് സെക്കൻഡ് കാറ്റഗറിയാണ്, ഇവിടുത്തെ സെക്കൻഡ് കാറ്റഗറിയാണ് സ്കൈ വില്ല ലേക്ക് വ്യൂ. അത് നമ്മൾ ഡിന്നർ അതിൽ ഉൾപ്പെടുത്തിയതാണ്. നമുക്ക് ഏതായാലും ഇവിടുന്ന് ഡിന്നർ വേണ്ടി വരും, അപ്പോൾ അതും കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള പാക്കേജാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ വിസ്താര ബൈ ദ ലേക്ക് റിസോർട്ടിൻ്റെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം അതിൻ്റെ മുന്നേ നിങ്ങൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു നല്ല ഒരു റിസോർട്ടിൻ്റെ വേറെ സ്ഥലത്തിൻ്റെ വീഡിയോ ആവുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ.